കുട്ടിക്കുറുമ്പന്മാരെ, ഇന്ന് നമുക്കൊരു മടിയൻ കഴുതയുടെ കഥ കേട്ടാലോ? കഥയുടെ പേരാണ് മടിയൻ മല ചുമക്കും. പണ്ടൊരു ഗ്രാമത്തിൽ സോനു എന്ന ഒരു ഉപ്പ് കച്ചവടക്കാരൻ താമസിച്ചിരുന്നു. സോനുവിന് ഒരു കഴുതയുണ്ടായിരുന്നു. കഴുതയുടെ പേരാണ് കിട്ടുകഴുത. കിട്ടുകഴുത ഒരു മടിയനായിരുന്നു. സോനു എല്ലാ ദിവസവും അടുത്തുള്ള പട്ടണത്തിൽ പോയി ഉപ്പ് വാങ്ങിക്കും. എന്നിട്ട് ഉപ്പ് തൻ്റെ ഗ്രാമത്തിൽ ചെന്ന് വിൽക്കും. പട്ടണത്തിനും ഗ്രാമത്തിനുമിടയിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. കെട്ടുകഴുതയാണ് ഉപ്പ് ചുമക്കുന്നത്. വലിയ ഭാരമുള്ള ഉപ്പുചാക്ക് ചുമക്കുന്നത് കിട്ടുവിന് ഇഷ്ടമേയല്ലായിരുന്നു. ഒരു ദിവസം ഉപ്പുചാക്കുമായി പുഴ കടക്കുന്നതിനിടയിൽ കിട്ടുകഴുത വെള്ളത്തിൽ വീണുപോയി. പാവം കിട്ടുകഴുത വളരെ പ്രയാസപ്പെട്ടാണ് എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ കിട്ടുകഴുതയും സോനുവും വീണ്ടും നടക്കാൻ തുടങ്ങി. എന്നാൽ കഴുതയ്ക്ക് ചാക്കിന് ഭാരം അനുഭവപ്പെട്ടതേയില്ല. ഇതെന്തു മറിമായം? കിട്ടു ചിന്തിച്ചു. വാസ്തവത്തിൽ ചാക്കിലെ ഉപ്പെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാണ് കിട്ടുവിന് ഭാരം അനുഭവപ്പെടാതിരുന്നത്. എന്നാൽ പാവ സോനുവിനോ ഉപ്പെല്ലാം നഷ്ടപ്പെട്ടതിനാൽ അന്നത്തെ കച്ചവടം വലിയ നഷ്ടമായിരുന്നു. പിറ്റേ ദിവസമായി. അന്ന് പുഴ കടക്കുന്നതിനിടയിൽ കിട്ടു ചിന്തിച്ചു, ഇന്നലെ വീണപ്പോഴാണല്ലോ ഭാരം കുറഞ്ഞത്, ഇന്നും ഒന്ന് വീണു നോക്കിയാലോ? ഇങ്ങനെ ചിന്തിച്ച് കിട്ടു പുഴയിൽ വീണു. എഴുന്നേറ്റപ്പോൾ ചാക്കിന് ഭാരമേയില്ലായിരുന്നു. കിട്ടുവിന് സന്തോഷമായി. ഉപ്പ് നഷ്ടപ്പെട്ട സോനുവിന് അന്നും കച്ചവടം നഷ്ടമായി. അങ്ങനെ മടിയൻ കിട്ടുകഴുത ഇതൊരു പതിവാക്കി. സോനുവിനും സംശയമായി. കിട്ടുവിനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം സോനു എന്തു ചെയ്തെന്നോ? ചാക്കിൽ ഉപ്പിനു പകരം പഞ്ഞി നിറച്ചു. ഇന്ന് ചാക്കിന് നന്നേ ഭാരം കുറവാണല്ലോ. കിട്ടുകഴുത ചിന്തിച്ചു. എങ്കിലും പുഴയിലൊന്ന് വീണേക്കാം, അപ്പോൾ ഉള്ള ഭാരവും കൂടി ഇല്ലാതാകും. ഇങ്ങനെ ചിന്തിച്ച് കിട്ടുകഴുത പുഴയിൽ ഇരുന്നു. പക്ഷേ ഇരുന്നേറ്റപ്പോഴോ ചാക്കിന്റെ ഭാരം കൊണ്ട് കിട്ടുവിന് നടക്കാൻ കഴിഞ്ഞതേയില്ല. ചാക്കിലെ പഞ്ഞി മുഴുവൻ വെള്ളം വലിച്ചെടുത്ത് വീർത്ത് ഭാരം വച്ചിരുന്നു. ശോ, എന്റെ മടിയാണ് എന്നെ കൊണ്ട് ഇത്രയും ഭാരം ചുമപ്പിച്ചത്. വേച്ച് നടന്നു പോകുമ്പോൾ കിട്ടുകഴുത ചിന്തിച്ചു. പിറ്റേ ദിവസം മുതൽ കിട്ടു മടിയെല്ലാം മാറ്റിവെച്ച് നല്ല മിടുക്കനായി ഉപ്പുചാക്ക് ചുമക്കാൻ തുടങ്ങി. സോനുവും കിട്ടുകഴുതയും ഉപ്പുവിറ്റ് വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥയുടെ ഗുണപാഠം എന്താണ് കുട്ടികളെ? മടിയൻ മല ചുമക്കും. Thank you for watching. Subscribe for more stories.